ഹലോ, ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ കാഷ്വൽ ഡേ ഔട്ട്. പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ നയസിനമൈഡ് റൈസ് വാട്ടർ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തു. പിന്നെ വിറ്റമിൻ സി ഗ്ലോ ബൂസ്റ്റർ സീറം ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലപോലെ അപ്ലൈ ചെയ്തു. പിന്നെ ലിപ് ബാമായിട്ട് നമ്മുടെ പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽസ് ടിൻറ്റഡ് ലിപ് ബാമാണ് സ്ട്രോബെറി സോർബെ. ഇതൊരു നല്ല സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉള്ള നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ ഡേ ടൈമാണ്, നല്ല വെയിലത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ എന്തായാലും ഇടണം. അപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീനാണ് പ്ലമ്മിൻ്റെ നയസിനമൈഡ് ഷിയർ ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഇതിൻ്റെ ഷെയ്ഡ് അങ്ങനെ ഷെയ്ഡ് മാച്ച് അങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഫ്രീ കിട്ടിയ പ്രോഡക്റ്റാണ് ഒബ്വിയസ്ലി. അപ്പോൾ എന്നാലും ഷെയ്ഡിന് വേറെ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ഇത് ഫേസിലും നെക്കിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തു. ഇനി ഐബ്രോസ് ഫില്ല് ചെയ്യാം. അതിന് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ബ്രോ പെൻസിലാണ്, നാച്ചുറൽ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡ്. അത് വെച്ചിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഫില്ല് ചെയ്യുക. പിന്നെ അതുപോലെ ബാക്കിലുള്ള സ്പൂളി വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കിയൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി ഐബ്രോ ഫില്ലിങ്ങും അതുപോലെ ലിപ്സ്റ്റിക്കും ഇട്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ കണ്ണ് എഴുതിയില്ലെങ്കിൽ എൻ്റെ കണ്ണ് കാണാൻ എന്തോ കരഞ്ഞു വിഷമിച്ചിരിക്കണ പോലെയൊക്കെ തോന്നും എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാജൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കാം. എനിക്കിങ്ങനെ ഡേ ടു ഡേ ഇതിന് ഐലൈനറോ മസ്കാരോ യൂസ് ചെയ്യാൻ അങ്ങനെ താല്പര്യമില്ല. കാജൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഫുൾ മേക്കപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ ഐലൈനറൊക്കെ ഇടാറ്. പിന്നെ ലിപ്സ്റ്റിക്ക്, അത് മേബിലിൻ്റെ തന്നെ സെൻസേഷണൽ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, സോഫ്റ്റ് വൈൻ എന്ന് പറഞ്ഞ ഷെയ്ഡ്. എൻ്റെ ഗോ ടു യൂഷ്വൽ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നേരത്തെ ഇട്ട ലിപ് ബാം ഒന്ന് ചെറുതായിട്ട് വൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അതെപ്പോഴും അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ലിപ് ബാമിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ലൈമി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. പിന്നെ ഷുഗറിൻ്റെ ഫേസ് പാലറ്റാണ് വിവിഡ് വിക്ടറി എന്ന് പറഞ്ഞ ഷെയ്ഡ്. അതിന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്രഷും കൊണ്ട്. രണ്ട് ചീക്സിലും ഫോർഹെഡിലും അതുപോലെ നോസിൻ്റെ ടിപ്പിലും പിന്നെ ജോ ലൈനിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും സെറ്റായി കഴിഞ്ഞു. ഇനി ഹെയർ ഒരു പോണിറ്റെയിൽ കെട്ടാമെന്നാണ് വിചാരിക്കണേ. ആദ്യം ഒരു വലിയൊരു കോമ്പ് വെച്ചിട്ടൊന്ന് ഈരിയിട്ട് പിന്നെ ചെറിയൊരു കോമ്പും കൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഈരി ഒരു വൈറ്റ് സ്ക്രഞ്ചി വെച്ചിട്ട് പോണിറ്റെയിൽ കെട്ടാം. കഴിഞ്ഞു, സെറ്റായി. ഇത്രേ ഉള്ളൂ. റെഡിയായി കഴിഞ്ഞു. ഇനി പെർഫ്യൂം ഇടണം. അതിന് നമ്മുടെ പ്ലമ്മിൻ്റെ ഹവായൻ റംബ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. പെർഫ്യൂം അടിച്ചു. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് പുള്ളോവറാണ്. വെയിലായതുകൊണ്ട് ഫുൾ കവർ ചെയ്തിടാം, അതുപോലെ വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു ബ്ലൂ ബൂട്ട് കട്ട് ജീൻസാണ്, ഈ ഒരു വൈറ്റ് സ്ലിംഗ് ബാഗും. പിന്നെ വൈറ്റ് ഹീൽസാണ് ഇട്ടത്, ഞാൻ കാണിക്കാൻ വിട്ടുപോയി.